സൈബർ തട്ടിപ്പുകളുടെ കാലമാണിത്. വാട്സാപ്പ് ഹാക്ക് ചെയ്ത് പണം തട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇത്തരം കെണികളെ കരുതിയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് റിപ്പോർട്ടർ ലൈവത്തോൺ. കൊച്ചി ബ്യൂറോ ചീഫ് ലേബി സജീന്ദ്രന് തട്ടിപ്പുകാരുടെ കോൾ വന്നത് വിദേശത്ത് പഠിക്കുന്ന മകൻ ഒരു പ്രശ്നത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വാട്സാപ്പിൽ വന്ന കോളിൽ ഹിന്ദിയിലായിരുന്നു സംസാരം. ഡൽഹി NIA ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അറിയില്ലെന്നായിരുന്നു മറുപടി. ഒരിക്കലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വാട്സാപ്പ് കോളിലൂടെ വിളിക്കില്ലെന്നും NIA ഉദ്യോഗസ്ഥന് ഇംഗ്ലീഷ് അറിയാതിരിക്കില്ലെന്നുമുള്ള ബോധ്യമാണ് സംഭവം തട്ടിപ്പാണെന്ന ഉറപ്പിലേക്ക് ലേബിയെ എത്തിച്ചത്. ഇത്തരത്തിൽ തുടർച്ചയായ പരാതികളാണ് വാട്സാപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചി പോലീസിന് കിട്ടുന്നത്. അതിൽ തട്ടിപ്പിനിരയായി പണം നഷ്ടമായവരും നിരവധി. കോട്ടയം സ്വദേശിയായ മുതിർന്ന ബാങ്ക് മാനേജർ വേണുഗോപാൽ റിപ്പോർട്ടർ ടിവിയുടെ മോർണിംഗ് ഷോയായ കോഫി വിത്ത് അരുണിലൂടെ മറ്റനുഭവം പങ്കുവച്ചു. കോൾ വന്നത് കസ്റ്റംസിന്റെ പേരിലായിരുന്നു. തന്റെ പേരിൽ ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കോൾ. അതങ്ങനെ കിടന്നോട്ടെ എന്നായിരുന്നു വേണു കൊടുത്ത മറുപടി. ഈയിടെ നേപ്പാളിൽ നിന്ന് സമാനമായ രീതിയിൽ കോൾ വന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു.